വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിൽ US ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്കിലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരുപാട് തവണ ഇവിടെ വന്നിട്ട് മുകളിലോട്ട് പോയൊരു ഏരിയ ആണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ആ ഏരിയയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി. എന്നിട്ട് ഒരു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇതാണ് ഇംബാലൻസ്. അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നു. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ വരുന്ന ആഴ്ച ഉണ്ടാവുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ വരെ വരും എന്നാണ് ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ഈ ഒരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടേക്ക് വന്ന് ഹിറ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും വന്നു, വീണ്ടും അവിടേക്ക് വന്നു, പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ ഒരു വീക്കിലിയുടെ ഒരു ഇംബാലൻസും കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വൺ ഡേ ചാർട്ടിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ട് ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് റീടെസ്റ്റ് വന്നു. പിന്നെ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയനെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാതെയാണ് കയറിപ്പോയത്. അതായത് ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് തന്നിട്ടാണ് കയറിപ്പോയത്. അപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. എനിവേ നമുക്കത് എത്രത്തോളം വരുമോ എന്ന കാര്യമൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഈ ഏരിയയിൽ നമ്മളത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈം ഇവിടെ റെസ്റ്റ് ചെയ്തൊരു ഏരിയ ആണ്. ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തവണയും മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അവിടേക്ക് തന്നെ എത്താം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് എത്തിയിട്ട് അതിന്റെ തൊട്ട് താഴെയാണ് ഒരു വീക്കിലിയുടെ ഇംബാലൻസ് കിടക്കുന്നത്. ഒരുപക്ഷെ അവിടെ നിന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചൊന്ന് മുകളിലോട്ട് കയറി പോകുന്നു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിവേ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയ, അതായത് ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് 4 അവറിന് വേണ്ടിയിട്ട്. ഇവിടെയാണ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 4 അവറിൽ മറ്റൊരു കാര്യം നോക്കാനുള്ളത്, 4 അവറിൽ നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ റീടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ഏരിയ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ഏരിയയിലാണ്. അപ്പൊ അവിടെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങും തന്നെയാണ് എക്സിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു സാധ്യത തന്നെയാണ്. ഇപ്പൊ കറന്റ്ലി നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റിന്റെ. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഈ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെൽ എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു സാധ്യതയിലെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കുമാണ്. ഇവിടെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഇംബാലൻസ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇംബാലൻസ് വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ചൊന്നുകൂടി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി പതിയെ ബിൽഡ് ചെയ്ത് മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് പോവാം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ, നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത വീണ്ടും കാണുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഏരിയനെ വീണ്ടും റീടെസ്റ്റ് ചെയ്യാം. അങ്ങനെ റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ വലിയ ക്യാൻഡിലുകളോ മറ്റോ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അങ്ങനെ എൻട്രി എടുക്കുമ്പോൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് റിജക്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അതിന്റെ മുകളിൽ മാത്രമാണ് ആക്ച്വലി വലിയൊരു ബൈക്ക് സാധ്യത ഉള്ളൂ. ചെറിയ ബൈക്കുകളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് വരവും അതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇതിന്റെ മുകളിലോട്ടേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതിൻ്റെ മുകളിലാണെങ്കിൽ അപ് ട്രെൻഡും ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ചിലപ്പോൾ ഡീപ്പ് പുൾ ബാക്കുകളും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചയിലെ US ഓയിലുള്ള എൻട്രി സാധ്യതകൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.